പ്രഭാഷകൻ 20-ാം അധ്യായം. അവസരോചിതമായി സംസാരിക്കുക. സമയോചിതമല്ലാത്ത ശാസനയുണ്ട്, മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റു പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണ്ഡനെ പോലെയാണ്. മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവൻ ഉണ്ട്, അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട്. സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും ഭോഷനും സമയനോട്ടമില്ല. അമിതഭാഷി നിന്ദ്യനാണ്, തള്ളിക്കേറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും. ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം, ഭാഗ്യം ദൗർഭാഗ്യമായും. നിഷ്പ്രയോജനമായ ദാനമുണ്ട്, ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട്. അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട്, താഴ്മയിൽ നിന്നും മഹത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഏറെ വാങ്ങുന്നവരുണ്ട്, ഏഴിരട്ടി കൊടുക്കുന്നവരുമുണ്ട്. ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു. ഭോഷന്റെ ഉപചാരം വ്യർത്ഥമാണ്. ഭോഷന്റെ ദാനം നിനക്ക് ഉതക്കുകയില്ല, അവന്റെ പ്രതീക്ഷ ഏഴിരട്ടിയാണ്. അവൻ അല്പം നൽകുകയും അധികം വീമ്പിടിക്കുകയും ചെയ്യുന്നു. അവർ തന്നെ കൊട്ടിഘോഷിക്കുന്നു. ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്ദ്യനാണ്. ഭോഷൻ പറയും, എനിക്ക് സ്നേഹിതന്മാരാരുമില്ല, എന്റെ സൽപ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല, എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു. എത്രയോ പേർ അവനെ പരിഹസിക്കും, അതും എത്ര പ്രാവശ്യം. വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാൽതെറ്റി വീഴുന്നത്. ദുഷ്ടൻ അതിവേഗം നിലംപതിക്കുന്നു. അജ്ഞരുടെ അധരങ്ങൾ ആവർത്തിക്കുന്ന അവസരോചിതമല്ലാത്ത കഥ പോലെയാണ് സംസ്കാരശൂന്യൻ. ഭോഷന്റെ നാവിൽ നിന്ന് വരുന്ന സൂക്തങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു. അവസരോചിതമല്ല അവന്റെ വാക്ക്. ദാരിദ്ര്യം പാപത്തിൽ നിന്ന് ഒരുവനെ അകറ്റി നിർത്താം, വിശ്രമവേളയിൽ മനസാക്ഷി അവനെ അലട്ടുന്നില്ല. അവമാന ഭീതിയാൽ നശിക്കുന്നവരുണ്ട്, ഭോഷന്റെ വാക്ക് ഭയന്നു ജീവൻ ഒടുക്കുന്നവരുണ്ട്. മിഥ്യാഭിമാനം നിമിത്തം സ്നേഹിതന് വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായി അവന്റെ ശത്രുത നേടുന്നു. നുണ വികൃതമായ കറയാണ്, അജ്ഞന്റെ അധരത്തിൽ അത് എപ്പോഴും കാണും. കള്ളൻ നുണയേക്കാൾ ഭേദമാണ്, രണ്ടുപേരുടെയും വിധി നാശം തന്നെ. നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു, അവമാനം അവനെ അനുധാവനം ചെയ്യും. ബുദ്ധിപൂർവമായ സംസാരം ഉത്കർഷത്തിന് നിദാനം, വിദ്യൻ മഹാന്മാരെ പ്രസാദിപ്പിക്കും. മണ്ണിൽ അധ്വാനിക്കുന്നവൻ വിളവു കുന്നുകൂട്ടും, പ്രബലരെ പ്രീതിപ്പെടുത്തുന്നവന്റെ തെറ്റുകൾക്ക് മാപ്പു ലഭിക്കും. സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്ധരാക്കുന്നു, വായിൽ തിരുകിയ തുണിപോലെ അവ ശാസനകളെ നിശബ്ദമാക്കുന്നു. മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്തു പ്രയോജനം? സ്വന്തം ഭോഷത്വം മറച്ചുവെക്കുന്നവൻ സ്വന്തം ജ്ഞാനം മറച്ചുവെക്കുന്നവനേക്കാൾ ഭേദമാണ്. കർത്താവിനെ തേടുന്ന ദീർഘക്ഷമയാണ് അനിയന്ത്രികമായ ജീവിത സാരഥ്യത്തെക്കാൾ ഭേദം.